ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പയറ്റിൻ്റെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ ഇങ്ങനത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ഇത് അറിയുമോയെന്നറിയില്ല. പക്ഷേ പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണല്ലോ അത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറാണ് പിരിച്ചിടുന്നത്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഭാര്യ എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ന്യൂസ് പേപ്പറാണ് പിരിച്ചേക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ കഷ്ണമാണിത്. ഇവിടെ പണി നടന്നപ്പോൾ ഗ്രാനൈറ്റ് ബാക്കിയുണ്ടായ സമയത്ത് ഞാനത് ഗ്രൗണ്ടിൽ വെട്ടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയിമ വെച്ച് കാണാണ്ട് കട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മേൽഭാഗത്തേക്ക് ഒരു അടുക്കളയ്ക്ക് മറ്റേ അടുക്കളൻ്റെ ഇതിൽ പണി നടന്നിട്ടില്ല, പണി ചെയ്യാനുള്ളതുകൊണ്ട് മേലേക്ക് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടുത്തെ ലൈറ്റ് നേരെ ഈ മേടമ്മക്ക് അടിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നൊരു ഇത് കിട്ടില്ല. അതൊന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ക്ഷമിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള കൂട്ടുണ്ടാക്കി നേരത്തെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തീരെ ഒരു ക്ലിയർ ഇല്ലാതായപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഇട്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ആഞ്ഞു വെക്കുകയാണ്. ആഞ്ഞു വെക്കുക എന്നാണ് നമ്മളിവിടെയൊക്കെ പറയട്ടോ. ആഞ്ഞു വെച്ചാൽ അതായത് നെട്ടിൻ്റെ ഭാഗം ഉണ്ടാവില്ല, ആ ഭാഗം ഒന്ന് കുറച്ചും കൂടി പൊടിയായി അരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആഞ്ഞ് വെക്കുന്നത്. ആഞ്ഞ് വെച്ചതിൻ്റെ ശേഷം നമുക്കത് പൊടി പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. കാരക്ക മുരക്കനാക്കി അരിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അത് ഒരു സുഖം കിട്ടൂല. അപ്പോൾ എപ്പോഴും ആണെങ്കിലും അത് ഒരേ അളവിൽ അറിഞ്ഞ് കിട്ടിയാലാണ് നല്ല രസം ഉണ്ടാവുക. നമ്മൾ സാധാരണ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ ചീരൻ്റെ ഇല എല്ലാം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ അതേമാതിരി വെച്ചാൽ ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റണം മാത്രം. മറ്റേതൊക്കെ അത് അങ്ങനെ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ഒതുക്കി പെറുക്കി എടുത്തുകാണ്ട് ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ എന്തിനാണ് വിരിച്ചതെന്ന് വെച്ചാൽ, നമ്മളത് പിന്നെ മേഡം ഒന്ന് വാരി എടുക്കണതിന് ബദൽ ന്യൂസ് പേപ്പറിൽ കേട്ടിട്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട്. മറ്റേ സാധാ അടുക്കളയിൽ അതിൻ്റെ അന്ന് ഞാൻ അതിൻ്റെ ഡൈനിങ് ടേബിൾ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ചെറിയ ടേബിളും വെച്ചിട്ട് തന്നെയാണ് അതാണ്ട് കൈകി എടുത്തിട്ട് അയിമൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ പരിപാടി, പച്ചക്കറി നുറുക്കലും അതേമാതിരി ചേമ്പന്തണ്ടി അരിയൽ, പത്തിരിൻ്റെ പൊടി വാട്ടൽ, കുഴക്കൽ, നൂൽപുട്ടിൻ്റെ പൊടി കുഴക്കൽ, എല്ലാ പരിപാടിയും എൻ്റേത് ആ ഒരു പിന്നെ മേടയായിരുന്നു, അതായത് ചെറിയ ടേബിളായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താത്ത അങ്ങക്ക് കട്ടിംഗ് ബോർഡ് ഇല്ലേന്ന്. കട്ടിംഗ് ബോർഡ് ഇല്ലായിട്ടാൽ എനിക്ക് അതൊരു സുഖമായിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ആ ചെറിയ ഡൈനിങ് ഹാൾ കിട്ടക്കുകയാണ് ആ ടേബിൾ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കൽ. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ യൂസ് ചെയ്യണം, മറ്റേ അടുക്കളയിലും മറ്റേ ഡൈനിങ് ഹാളിലും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒന്നാകെ സാധനങ്ങൾ പരക്കല്ലേ. അപ്പോൾ ഞാൻ ആണ്ട് കൊണ്ടുപോകാതെ ഇതിമ്മ തന്നെ അങ്ങനെ ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ലവണ്ണം പൊടിയാക്കിയിട്ട് അരിഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇല ഒറ്റക്കുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് പിടിക്കാൻ കുറച്ചൊരു ഗതികേടാണ്. അപ്പോൾ അത് പിടിച്ചാൽ സുഖത്തിനും വേണ്ടിയിട്ട് ഞാൻ അടുത്ത ഇതും കൂടി ഇതേമാതിരി ആഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ നെട്ടിയുള്ള ഭാഗം നമുക്ക് പൊടി പൊടിയാക്കി അരിയണം എന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടോ അതിൻ്റെ പ്രശ്നം. ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ അത് ശരിക്കും ഒരു സുഖം കിട്ടൂല. അങ്ങനെയാണ് ഞാൻ ഇവിടെ പണ്ടേ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ട് പൊടിയാക്കി അരിയാൻ വേണ്ടി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് അയൽവാസി കൊണ്ടുവന്ന് തന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ വീട്ടിലൊന്നും ഇല്ല ഇത്. പണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന സാധനമാണെങ്കിലും ഇപ്പോൾ അത് ആരുടെ വീട്ടിലും ഇല്ലാത്ത ഒരു അവസ്ഥയ്ക്കാണ് വന്നിട്ടുള്ളത്. പീടിയിൽ നിന്ന് കിട്ടിയത് വാങ്ങി തിന്നാണ്ടല്ലേ നമ്മൾ തിന്നണേ, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തിന്നണ കാലമൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് പിന്നെ കൊണ്ടുവന്ന് തന്ന് തലേ ദിവസം മഴ പെയ്ത് ഒക്കെ വൃത്തിയായിട്ടുള്ള ഒരു ഇല തന്നെയായിരുന്നു. എന്നാലും അത് ഉറയിലൊക്കെ ഇട്ട് കൊണ്ടുവന്ന ആയതുകൊണ്ട് ഞാനത് കഴുകി നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കും കേട്ടോ. അപ്പോൾ ഈ പൊടിയാക്കി അരിഞ്ഞ് കഴിഞ്ഞതാണിത്. അപ്പോൾ ഇലഭാഗം കുറച്ചൊക്കെ വലുതായിട്ടും തണ്ട് ഭാഗമൊക്കെ നല്ല പൊടിയായിട്ടും അങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്നൊരു വലിയൊരു പാത്രത്തിൽ കിട്ടുകയാണെന്ന് കഴുകി എടുക്കട്ടെ. നല്ലോണം ഒന്ന് കഴുകിയ, പക്ഷേ സാധാരണ നമ്മൾ ഇങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിറ്റാമിനൊക്കെ പോവുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു ആദ്യം തന്നെ കഴുകിയിട്ട് അരിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഇത് കഴുകാൻ നേരത്തായിട്ട് തോന്നിയത്. അതിൻ്റെ നല്ല പച്ച കളറ് വെള്ളം ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് എൻ്റെ തലയിൽ അത് കത്തിയത്. അപ്പോൾ ഞാൻ നല്ലോണം ഉണ്ട് നൗണ്ടി കഴുകി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഉറയിലിട്ട് കൊടുക്കുന്നതാകുമ്പോൾ ഞാൻ ഉറ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഉണ്ട് കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അത് ഓട്ടപാത്രത്തിൽ കൊന്നാണ്ട് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇത് സാധാരണ എങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ നല്ലോണം വെള്ളം പാർന്നിട്ടല്ലേ തീമക്കൽ. അപ്പോൾ ഞാനിന്ന് അതിനകത്രം വെള്ളം ഇല്ലാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കർക്ക് അങ്ങനെ ഇതൊക്കെ വാരിയിട്ട് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ ഇതൊരു കുക്കർ നിറച്ചുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളൊക്കെ കൂട്ടാൻ നേരത്ത് മക്കളെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പയറ്റിൻ്റെ ഇലല്ലേ, കുക്കർ ഇപ്പോൾ തന്നെ നിറഞ്ഞു. ഇനി നമുക്കൊരു സെക്ഷനും കൂടി
ഓട്ടപാത്രത്തേക്ക് വാരാനാണുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചു ഇതെല്ലാം കൂടി എന്തിനാന്ന്. പക്ഷേ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല. അത് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവാത്തൊരു സാധനം കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റും റെഡിയായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അവസാനം കുറച്ച് ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കാണ്ട് ഒന്നാണ്ട് വിസിലടുപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വെള്ളം ഉറ്റി പോവാതെ തന്നെ ഇതിലിട്ട് കൊടുത്തില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളത്തിൻ്റെ ഇതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് അതിൻ്റെ അടിയിലേക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കാണ്ട് 2 വിസിലടുപ്പിച്ചെടുത്തു. അപ്പോൾ വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളം വല്ലാതെ എനിക്ക് ഊറ്റി ഒഴിവാക്കാണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മേടമക്ക് വെളിച്ചടിച്ചതുകൊണ്ട് നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കാട്ട് ഇതും ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിലേക്ക് ചേർത്ത മസാലൻ്റെ കൂട്ട് നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 4 പോണ വെളുത്തുള്ളിയും ഒരു 3-4 പോണ ചീരുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്നാണ്ട് പൊടിച്ചെടുത്തു. അതിൻ്റെ ശേഷം തേങ്ങ ഒന്നിട്ട് ഒതുക്കിയിട്ടിട്ടുള്ളൂ. തേങ്ങ അങ്ങനെ പൊടിച്ചെടുക്കാത്ത കേട്ടോ നല്ലത്. അപ്പോൾ ഇതിൽ അതിന് മാത്രം വെള്ളം ഉണ്ടായില്ല. അപ്പോൾ ഈ വെള്ളം ശരിക്കും നമ്മൾ കളയാതെ റെഡിയാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയത്. സാധാരണ ഇങ്ങനെ അല്ലട്ടെ പിയൽ, ഇതിലേറെ മുറുക്കി പിഞ്ഞ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ചണ്ടി പോലെ ഇക്കാരം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിഞ്ഞുകാണ്ട് കണ്ടില്ല ഇത്ര വെള്ളമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഈ കൂട്ടിട്ട് കൊടുക്കുകയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇമ്മയും നമ്മളൊരു അയൽവാസി ഉണ്ടായിരുന്നു, അവരൊക്കെ ചോദിച്ചത് എന്താ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു മയം ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഇതിൻ്റെ കംപ്ലീറ്റ് നീരും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി നമ്മളിത് അപ്പം തന്നെ കൂട്ടുകയാണെങ്കിൽ മാത്രം പറ്റുള്ളൂ. രാത്രിക്കൊക്കെ എടുത്തൊക്കെയാണെങ്കിൽ അത്ര പറ്റില്ല. അതെന്താ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യൂല. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാക്കാതെ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എനിക്ക് ആദ്യത്തെ ഒരു അറിവാട്ടോ. ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ രാത്രി ആകുമ്പോൾ നമ്മൾ ചൂടാക്കില്ല എന്നുണ്ടെങ്കിൽ വലിഞ്ഞു പോകും. പക്ഷേ ചൂടാക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടണമില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ ചൂടാക്കിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഉച്ചക്ക് നമ്മൾ ഇങ്ങനെ ആക്കിക്കാണ്ട് അങ്ങനെ തന്നെ തിന്നപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. എല്ലാവരും പത്തണിക്കും ഒക്കെ നല്ലോണം തിന്നിട്ടുണ്ട്. ഉച്ചക്ക് ആയാലും നല്ലോണം തിന്നിട്ടുണ്ട്. നല്ല രസമാണ്. ഞാൻ കുറച്ചായി എൻ്റെ അമ്മക്കും കൂടി ഒന്ന് കൊണ്ടുപോയി കൊടുത്ത്. കുറച്ച് കൊണ്ടുപോയി കൊടുക്കാണ്ടായിട്ടുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പോണത്. പെട്ടെന്ന് ഒരു വൈകുന്നേരം പോയപ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തുകാണ്ട് ഒന്നും കൂടിയാണ് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഇതാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എത്രയും മിക്സ് ചെയ്യണോ അത്രയും ഇത് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും